ഹലോ കൂട്ടുകാരെ, ഒരു അക്കൗണ്ടൻറ്റ് അവൻ്റെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന കുറച്ച് ചെയിൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് കസ്റ്റമർ ചെക്ക് വഴി പിന്നീട് തരികയാണെങ്കിൽ. മൂന്നാമത്തേത് ഈ തന്ന ചെക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ. അപ്പോൾ ഈ മൂന്ന് സാഹചര്യത്തിലും എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ക്രെഡിറ്റ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ഇവിടെ ക്യാഷ് കിട്ടുന്നില്ല അല്ലേ. ക്യാഷ് കിട്ടുവാണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് എഴുതും. ഇവിടെ ക്യാഷ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കസ്റ്റമർ നമുക്ക് ക്യാഷ് തരണം. അപ്പോൾ കസ്റ്റമർ ആരായി? ഡെപ്റ്ററായി. അപ്പോൾ കസ്റ്റമറിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഫസ്റ്റ് എൻട്രി കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. സെക്കൻഡ്, ഈ കസ്റ്റമർ പിന്നീട് ഒരു ദിവസം നമുക്ക് ചെക്ക് തന്നു, ക്യാഷിന് പകരം ചെക്ക് തന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. ചെക്ക് തന്നു, ബാങ്കിൽ ക്യാഷ് കൂടി, സ്വാഭാവികം നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ടു കസ്റ്റമറിനെ എന്താണ് ക്രെഡിറ്റ് ചെയ്തത്? നേരത്തെ കസ്റ്റമർ ആരായിരുന്നു? ഡെപ്റ്റർ ആയിരുന്നു, ക്യാഷ് തരാനുള്ള ആളായിരുന്നു. ഇപ്പോൾ കസ്റ്റമർ ക്രെഡിറ്റ് ആയി. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇനി ക്യാഷ് തരാനുണ്ടോ? ഇല്ല, കാരണം ചെക്ക് തന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. ഇനി മൂന്നാമത്, ഈ തന്ന ചെക്ക് നമ്മൾ വാങ്ങി, നമ്മൾ ബുക്കിലെല്ലാം രേഖപ്പെടുത്തി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ട് സമർപ്പിച്ചപ്പോൾ അവിടുത്തെ അവിടെ വെച്ച് മടങ്ങി. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയോ? ഇല്ല, അദ്ദേഹം ഇനിയും നമുക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ എഴുതിയ ആ ജേണൽ എൻട്രിയെ നേരെ തിരിച്ചെഴുതുക. അപ്പോൾ അതെങ്ങനെ വരും? കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. കസ്റ്റമറിനെ വീണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്തിനാ? കസ്റ്റമർ ക്യാഷ് തരാനുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഡെബിറ്റ് ചെയ്തത്. ടു ബാങ്ക്. ഇവിടെ ബാങ്കിനെ എന്തിനാ ക്രെഡിറ്റ് ചെയ്തത്? നമ്മൾ രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ബാങ്ക് ബാലൻസ് കൂടി എന്നാണ് കാണിച്ചത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ എൻട്രിയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ ചെക്ക് മടങ്ങിയ സമയത്ത് ഇപ്പോഴും ബാങ്കിൻ്റെ ബാലൻസ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരം കൂടി നിൽക്കുകയാണ്. അത് കുറയ്ക്കണം വേണ്ടേ? അതുകൊണ്ടാണ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക്.